അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് പറയുന്നു പൊളിഞ്ഞുപോയി, പാളീസായി എന്നൊക്കെ. എന്ത് പൊളിയാൻ, എന്ത് പാളീസാകാൻ? നിർവചനം തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഹദീസിനെ പറ്റി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണമായിരുന്നു. അത് ഇസ്തിഗാസക്ക്, പ്രാർത്ഥനക്ക്, പ്രാർത്ഥനയല്ലേ തർക്കം, അപ്പൊ ഇത് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞതിന് തെളിവുദ്ധരിക്കണം. നിങ്ങൾ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാവില്ല. നിങ്ങൾ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ കഴിയില്ല. കാമ, ഞാൻ പറഞ്ഞില്ലേ, ഹദീസിലെ കാമ എന്ന പദം ആരാ ഫായിൽ? ആര് നിന്നാൽ, ആര് വന്നാൽ, ആര് ചോദിച്ചാൽ ലൗജീബന്നഹു, ആർക്ക് ഉത്തരം ചെയ്യും? പറയണ്ടേ? നൗഷാദ് ഹസനി വിളിച്ചാലെന്നാണോ? അതല്ല ഫൈസൽ ഹസനി വിളിച്ചാലെന്നാണോ? കേരളത്തിലെ സമസ്തക്കാര് വിളിച്ചാലെന്നാണോ? ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും വിളിച്ചാലെന്നാണോ? അതല്ല ഏതോ ഒരു പ്രത്യേക വ്യക്തി പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് വിളിച്ചാലെന്നാണോ? പറയണം. നമുക്കിനിയും ചർച്ച ചെയ്യാം. നിങ്ങൾ വരണം. ഒന്നുർന്ന തെളിവല്ലെന്ന് ആളുകൾക്ക് മനസ്സിലായി. ആദം തെളിവല്ലെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു. ഇപ്പോഴോ കാമ, എന്റെ ഖബറിന്റെ അരികിൽ വന്ന് വിളിച്ചാൽ, അതാ ഞാൻ ചോദിച്ചത്, എന്റെ ഖബറിനരികിൽ പരിമിതമായി ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെ പറ്റിയുമാണോ? ആണെങ്കിൽ റസൂലിന്റെ ഔദാര്യം ഖബറിനടുത്ത് ചെല്ലുന്നവർക്ക് മാത്രമാണോ? ലോക മുസ്ലിങ്ങളെ പറ്റിയല്ല, ഉമ്മത്തീങ്ങളെ പറ്റി മുഴുവനല്ല. അതാ കാമ എന്ന് പറഞ്ഞത്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ആ മത്തിന് കൂടി വായിക്കാം. ഇപ്പോൾ ഞാനത് വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ പറഞ്ഞ ആ പ്രാർത്ഥന അത് പൊളിഞ്ഞിട്ടില്ല, ഇപ്പോഴും അവശേഷിക്കുന്നു. ആ പ്രാർത്ഥനയാണ് അല്ലാഹു പറഞ്ഞ ഇന്നമാ ദുഉ റബ്ബി എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് ഫലാ തദഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് ഉദുനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് വമൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി എന്ന് പറഞ്ഞ ദുആ. അല്ലാഹു അല്ലാതെ മറ്റാർക്കും ഉത്തരം ചെയ്യാൻ കഴിയില്ല. ആറ്റാരോട് പ്രാർത്ഥിച്ചാലും പിഴച്ചു പോകും. ഈസാ നബി പെടും, ഉസൈർ പെടും. മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചു, അവർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല എന്ന്. ഞാൻ എന്റെ വകയായല്ല പറഞ്ഞത്, മുഫസ്സിറുകൾ പറഞ്ഞ ന്യായവും തെളിവും ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പോ ഇല്ലത്ത് പറയണമെന്നല്ലേ ചോദ്യം? പറഞ്ഞു. ഞാനല്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. അതൊന്ന് വായിച്ചു നോക്കിയാൽ ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ 3 വിഷയങ്ങൾ. 1 ഇസ്തിഗാസക്ക് തെളിവാണെന്ന് പറയണം. 2 ന്യൂനതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നു ഇപ്പോഴും ന്യൂനതയുണ്ട്. ആ സനദുകൾ മുഴുവൻ വായിച്ചാൽ ഏത് സനദിലാണ് ന്യൂനതയെന്ന് ഞാൻ പറയും. 3-മത്തേത് അതിന്റെ മത്തിനുകൾ വായിക്കണം. അതും ഇവിടെ വായിച്ചിട്ടില്ല. 1-മത് ഇസ്തിഗാസക്ക് തെളിവാണെന്ന്, ഈ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തെളിവാണെന്ന് പറഞ്ഞാലേ മറ്റ് 2 പറയേണ്ട ബാധ്യത തന്നെ ഞങ്ങൾക്കുള്ളൂ. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥനയുടെ നിർവചനത്തിനാണല്ലോ തർക്കം. ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്നതല്ല, പ്രാർത്ഥനയുടെ നിർവചനം പൊളിക്കാനാണ് നിങ്ങൾ അത് ഉദ്ധരിച്ചത്. അത് പൊളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ നിർവചനം ഇപ്പോഴും ഒരു അഹ്സനിക്കും തകർക്കാൻ കഴിയാത്ത ചെങ്കോട്ടയായി നിലനിൽക്കുന്നു എന്നീ സമൂഹം മനസ്സിലാക്കും. 2-മത്തെ പച്ചക്കള്ളവാട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വായിച്ച കിതാബുകളിൽ വല്ല സംശയങ്ങളുമുണ്ടെങ്കിൽ, വീണ്ടും അത് വായിക്കേണ്ട ആവശ്യവുമുണ്ടെങ്കിൽ സദസ്സ് നിശബ്ദമാവണം. സ്റ്റേജും സദസ്സും നിശബ്ദമാവണം. വായിച്ച കിതാബുകളിൽ വല്ല അബദ്ധങ്ങളുമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് വീണ്ടും വായിക്കാൻ ആവശ്യപ്പെടുക പോലെയുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ മധ്യസ്ഥന്മാരോട് പറഞ്ഞാൽ തീർച്ചയായും അത് വായിക്കാനുള്ള അവസരമുണ്ടാക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിനുള്ള വേദി
മധ്യസ്ഥന്മാർ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കി തരുന്നതാണ്. അതിനു മുമ്പ് സദസ്സ് നിശബ്ദമായിരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഹനീഫ മൗലവി വായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉച്ചയ്ക്ക് ശേഷം വായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് എഴുതിയ കരാറിന്റെ സമയം അദ്ദേഹം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് കരാർ അനുസരിച്ച് അടുത്ത പരിപാടി ആരംഭിക്കുന്നത് അത് വായിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും. ഇപ്പോ ഇവിടെ ഉദ്ധരിച്ച ചോദിച്ച സംശയം വായിച്ച് തീരുമാനിച്ച് തീർച്ചപ്പെടുത്തിയതിനു ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള അടുത്ത സെഷൻ ആരംഭിക്കുന്നത്. 1:45 അടുത്ത സെഷൻ ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് നിസ്കാരവും കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.